ഓം നമോ നാരായണായ. വഴിപാടുകളിൽ ഏറ്റവും വിശിഷ്ടമായത് കാണിക്കയാണ്. കൊടിമരമുള്ള ക്ഷേത്രങ്ങളിൽ കൊടിമരച്ചുവട്ടിലാണ് ആദ്യം കാണിക്ക അർപ്പിക്കേണ്ടത്. കൊടിമരമില്ലാത്ത ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്ന വാതിലിന്റെ അടുത്തുള്ള കാണിക്ക വഞ്ചിയിൽ കാണിക്ക അർപ്പിക്കാം. കാണിക്ക അർപ്പിക്കുന്നതിലൂടെ ഭക്തൻ ദേവദർശനത്തിന് അനുമതി നേടുന്നു എന്നാണ് വിശ്വാസം. കാണിക്ക കഴിഞ്ഞാൽ വിളക്ക്, അതായത് എണ്ണ, മാല, പുഷ്പാഞ്ജലി, അഭിഷേകം, പായസം എന്നിവയാണ് പൊതുവെയുള്ള വഴിപാടുകൾ. എന്നാൽ ശിവന് പിൻവിളക്കും ഭസ്മം, ജലം, ക്ഷീരം എന്നിവ കൊണ്ടുള്ള ധാരയും പ്രത്യേക വഴിപാടുകളാണ്. ഗണപതിക്ക് ഒറ്റയപ്പവും മോദകവും, മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണനും പാൽപായസവും വിശിഷ്ട വഴിപാടുകളാണ്. ദേവിക്ക് കൂട്ടുപായസവും സുബ്രഹ്മണ്യന് പഞ്ചാമൃതവും വിശേഷാൽ വഴിപാടുകളാണ്. ശാസ്താവിന് നീരാഞ്ജനം പ്രത്യേക വഴിപാടായി കഴിക്കുന്നു. മഹാവിഷ്ണുവിന് കളഭം, പാൽ ഇവ കൊണ്ടും, മുരുകന് പഞ്ചാമൃതം, പനിനീർ ഇവ കൊണ്ടുമുള്ള ധാരയും വിശേഷമാണ്. ഓരോ വഴിപാടും ഒരു പ്രാർത്ഥനയാണ്, ഒരു വിശ്വാസമാണ്. വഴിപാടുകൾ കഴിക്കുന്നത് ദേവപ്രീതിക്കും ആയുരാരോഗ്യ വർധനയ്ക്കും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും വേണ്ടിയാണ്. എന്നാൽ യഥാശക്തി വഴിപാട്, അതാണ് ഏറ്റവും പ്രധാനം. അത് കാണിക്ക, വിളക്കുമാല തുടങ്ങിയവയിൽ ഒതുങ്ങുന്നു. എന്നാൽ കാലദോഷം അകറ്റുന്നതിനും മറ്റുമായി ജ്യോതിഷ പണ്ഡിതന്മാർ വിശേഷാൽ വഴിപാടുകൾ കഴിക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. അവ അതതു കാലങ്ങളിൽ മാത്രം കഴിച്ചാൽ മതിയാകും. സാധാരണയായി കഴിക്കുന്ന വഴിപാടുകളും അവയുടെ ഫലങ്ങളും അടുത്ത വീഡിയോയിൽ പറയാം. ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകൾക്ക് ആത്മദർശനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.